പ്രഭാതത്തിൽ തൂമഞ്ഞു പുതച്ച് പച്ചപ്പോടെ നിൽക്കുന്ന ഒരു ഉദ്യാനം. തലേന്നത്തെ മഴത്തുള്ളികൾ തങ്ങി നിൽക്കുന്ന ഇലച്ചാർത്തുകൾ. പലതരത്തിലും നിറത്തിലും ആകൃതിയിലുമുള്ള പൂക്കളും അലങ്കാര സസ്യങ്ങളും താമരയും ആമ്പലുമൊക്കെയുണ്ട്. ഗേറ്റ് മുതൽ വീട് വരെ നടപ്പാതയുടെ ഇരുവശവും വിവിധയിനം പൂച്ചെടികളും അലങ്കാര സസ്യങ്ങളുമൊക്കെ സമൃദ്ധമായി വളർന്നു നിൽക്കുന്നു. ഇലച്ചാർത്തുകളിൽ തങ്ങി നിൽക്കുന്ന ജലബിന്ദുക്കളിൽ വർണ്ണപ്രപഞ്ചം തീർത്ത് നേർത്ത സുഗന്ധം പൊഴിക്കുന്ന പുഷ്പങ്ങൾ വേറെയും. 2 ഏക്കർ സ്ഥലത്താണ് വിവിധങ്ങളായ അലങ്കാര ഫലവൃക്ഷ സസ്യാദികൾ പരിപാലിക്കുന്നത്. ഒരിടത്ത് സുഗന്ധവാഹിനിയായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ലാങ്കി ലാങ്കി. പുൽത്തകിടിയിൽ അങ്ങിങ്ങായി ചെറുപൊയ്കകളിൽ വിവിധയിനം താമരകളും ആമ്പൽപ്പൂക്കളും. അരികത്തായി പൂത്തുനിൽക്കുന്ന ക്യൂബൻ റോയൽ പാം. വിവിധ ആകൃതിയിലും നിറത്തിലുമുള്ള ബോഗൻവില്ലകളിൽ നിറയെ പൂക്കൾ. 2 ഏക്കർ സ്ഥലത്താണ് വിവിധങ്ങളായ അലങ്കാര ഫലവൃക്ഷ സസ്യലതാദികൾ പരിപാലിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് പാലയൂരിലാണ് 7 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. 1958 ഈ നഴ്സറി ആരംഭിച്ചത്. പാലയൂർ ചെമ്മണ്ണൂർ ഹൌസിലെ കുര്യാക്കുവാണ് ഈ നഴ്സറിയുടെ സ്ഥാപകൻ. ആദ്യകാലത്ത് നല്ലയിനം തെങ്ങിൻ തൈകൾക്ക് വേണ്ടി മാത്രമായിരുന്നു നഴ്സറി സ്ഥാപിച്ചത്. അക്കാലത്തുതന്നെ കേരളത്തിലുടനീളം നല്ല സങ്കരയിനം തെങ്ങിൻ തൈകൾ കയറ്റി അയച്ചിരുന്നു. ഇതിന്റെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരനായ ജിജോ മാത്യുവിന്റെ പിതാമഹനാണ് കുര്യാക്കു. നമ്മളൊരു 10-60 വർഷം മുമ്പാണ് അപ്പാപ്പനായിട്ട് ഈ നഴ്സറി തുടങ്ങി വെച്ചിട്ടുള്ളത്. അന്ന് തെങ്ങിൻ തൈകളാണ് മെയിനായിട്ട് ചെയ്തിരുന്നത്. അന്നത്തെ ഡീൻ ഡ്യൂട്ടി, വെസ്റ്റ് കോസ്റ്റ്, അങ്ങനെയുള്ള ഡോർഫ് ഓറഞ്ച്, ഡോർഫ് ഗ്രീൻ, അങ്ങനത്തെ വെറൈറ്റി തെങ്ങുകളായിരുന്നു ആദ്യം ചെയ്തു കൊടുത്തിരുന്നത്. അത് നമ്മൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും അന്ന് കയറ്റി അയച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഫ്രൂട്ട് ട്രീസും ഗാർഡൻ പ്ലാന്റ്സും ഒക്കെ വന്നിട്ടുള്ളത്. ഒരു ഫാദർ ഒരു രജിസ്ട്രാളായിരുന്നു. പുള്ളി പിന്നെ രണ്ടാമത് പുള്ളിയാണ് നടത്തിയിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നടത്തി വന്നിരുന്നത്. ഞാൻ നടത്തി വന്നിട്ട് 45 വർഷത്തോളമായിട്ടുണ്ടാവും. ആദ്യകാലത്തൊക്കെ ഫ്രൂട്ട് ട്രീസും തെങ്ങും മാത്രമായിരുന്നു. പിന്നെ ഓർണമെൻ്റ് പ്ലാന്റ്സും കുറച്ച് ബേഡ്സ്, ഫിഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് നടത്തി വരുന്നത്. അങ്ങനെയൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് പോണു. പിന്നെ നമ്മളിവിടെ അധികം ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങളാണ്. അപ്പോൾ നമുക്ക് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഞാൻ ഈ പാലയൂർ നഴ്സറി നിൽക്കുന്നത്. അതിൽ ഗുരുവായൂർ കൃഷിഭവനാണ് നമുക്ക് വരിക. ഗുരുവായൂർ കൃഷിഭവനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വളങ്ങളും അതുമാതിരി മഴമറകൾ ഒരു 5 മഴമറ അവർ തന്നിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട്. അതൊക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ എല്ലാ വക സഹകരണങ്ങളും കൃഷിഭവൻ നമുക്ക് ചെയ്യാറുണ്ട്. പിന്നെ അപ്പനായിട്ടാണ് തുടങ്ങി വെച്ച് ഞങ്ങൾ 5 ബ്രദേഴ്സാണ്. അതിൽ നേരെ മൂത്തൊരു ബ്രദർ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യണം. ബാക്കി ബ്രദേഴ്സും 3 പേരും ഈ നഴ്സറി ഫീൽഡിൽ തന്നെയാണ്. അവർ വാഴക്കൂട്, കാഞ്ഞിരശ്ശേരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നഴ്സറി നടത്തുന്നത്. 70 വർഷം മുമ്പാണ് പാലയൂർ എന്ന സ്ഥലത്ത് കുര്യാക്കു നല്ല ഇനം തെങ്ങിൻ തൈകളുടെ വിൽപ്പന ആരംഭിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥനായ മകൻ മാത്യു അത് വികസിപ്പിച്ച് സസ്യങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ ഒരുക്കി ഒരു മികച്ച നഴ്സറിയാക്കി മാറ്റി. എന്നാൽ 30 വർഷം മുമ്പ് പൗത്രൻ ജിജോ മാത്യു ഘട്ടം ഘട്ടമായി ഈ കാണുന്ന നിലയിലേക്ക് ഉയർത്തി. അലങ്കാര സസ്യങ്ങളും ഫലവൃക്ഷ തൈകളും പൂച്ചെടികളും അലങ്കാര പക്ഷികളും മത്സ്യങ്ങളും കാർഷികോപകരണങ്ങളും വിത്തും വളവും
നടീലിനുള്ള മണ്ണുമെല്ലാമുണ്ട് ഇന്നീ നഴ്സറിയിൽ. ജിജോ മാത്യുവിന്റെ അച്ഛൻ മാത്യുവിന്റെ കാലത്താണ് തെങ്ങിൻ തൈകൾ കൂടാതെ മറ്റു വൃക്ഷത്തൈകളും പച്ചക്കറി തൈകളും പാകി പരിപാലിച്ചു തുടങ്ങിയത്. രജിസ്ട്രാർ ആയിരുന്ന മാത്യു ഒഴിവുവേളകളിൽ തോട്ടം പരിചരിക്കാനെത്തിയിരുന്നു. അതുവരെ മികച്ച തെങ്ങിൻ തൈകൾ മാത്രം വിൽപ്പനയുണ്ടായിരുന്ന നഴ്സറിയിൽ നിന്ന് നല്ല ഇനം മാവിൻ തൈകളും പ്ലാവിൻ തൈകളും പൂച്ചെടികളുമൊക്കെ കയറ്റി അയച്ചു തുടങ്ങി. കൂടാതെ ഗ്രോ ബാഗും പോട്ടിംഗ് മിശ്രിതവും കാർഷിക ഉപകരണങ്ങളും ജൈവവളവും ചകിരിച്ചോറും വിത്തുകളും ഇവിടെ വിൽപ്പനയുണ്ട്. ഇവയ്ക്ക് പുറമെ അലങ്കാര പക്ഷികളെയും അലങ്കാര മത്സ്യങ്ങളെയും പരിപാലിച്ച് വിൽപ്പന നടത്തുന്നുമുണ്ട്. വിദേശ ഫലവൃക്ഷ തൈകളുടെ ശേഖരങ്ങൾ വേറെയും. വീടിനോട് ചേർന്ന 2 ഏക്കറിലാണ് നഴ്സറിയും പെറ്റ് ഷോപ്പുമെല്ലാം പ്രവർത്തിക്കുന്നത്. പലതരം അലങ്കാര പക്ഷികളുടെ ഒരു വൻ ശേഖരം തന്നെയുണ്ട് ഇവിടെ. വിവിധയിനം പ്രാവുകൾ, ഫെസന്റുകൾ, കോഴികൾ എന്നിവ കൂടാതെ ലവ് ബേർഡ്സ്, ഫിഞ്ചിസ്, ബഡ്ജറഗാൾ, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് തുടങ്ങിയ അന്തേവാസികൾ വേറെയുമുണ്ട്. 300 രൂപ മുതൽ ഓമന പക്ഷികളുടെ വില തുടങ്ങുകയായി. സ്നേഹപക്ഷികൾക്കും ഫിഞ്ചിസിനുമൊക്കെ ആവശ്യക്കാരുണ്ട്. ധാന്യങ്ങളും തിന, ചാമ, ചെറുപയർ തുടങ്ങിയവയും മുളപ്പിച്ചു നൽകുന്നതിനോടൊപ്പം കാൽസ്യം സപ്ലിമെന്റായി മുട്ടത്തോടും കടൽനാക്കും തീറ്റയായി നൽകുന്നുണ്ട്. പ്രാവുകളെ അടച്ചിട്ടും തുറന്നിട്ടും പരിപാലിക്കുന്നുണ്ട്. ഫെസന്റുകളിൽ തന്നെ ഗോൾഡൻ ഫെസന്റ്, സിൽവർ ഫെസന്റ് തുടങ്ങിയ മഴവില്ല് പോലെ വർണ്ണമനോജ്ഞങ്ങളായ പക്ഷികളുണ്ട്. ഫാസിയാനിയുടെ കുടുംബത്തിലെ ഫാസിനിനെ അംഗങ്ങളായ ഏഷ്യയിലും യൂറോപ്പിലെ ചില പ്രദേശങ്ങളിലും കണ്ടുവരുന്നു. ഇവയുടെ പൂവനാണ് മഴവിൽ വർണ്ണങ്ങളോടെ കാണപ്പെടുന്നത്. തീജ്വാലയുടെ തീക്ഷ്ണതയുള്ള വർണ്ണങ്ങളാണ് ഗോൾഡൻ ഫെസന്റുകളുടെ പ്രത്യേകത. നമുക്ക് ബേഡ്സിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് ഇവിടെ പ്രാവുകളാണ് ഉള്ളത്. അതിലിപ്പോൾ ഒരു 10-12 വെറൈറ്റി പ്രാവുകൾ നമ്മൾ കൂട്ടിനകത്ത് അടച്ചിട്ടിട്ടും ബാക്കി കുറേ വെറൈറ്റികളെ ഓപ്പണറിൽ അഴിച്ചിട്ടിട്ടാണ് വളർത്തുന്നത്. അതിപ്പോൾ 10-20 വർഷത്തോളമായിട്ട് ഇങ്ങനെ അഴിച്ചിട്ട് പറമ്പിൽ നടന്ന് തിന്ന് വരുന്ന പക്ഷികളാണ്. ഒരു ബെല്ലടിച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കാൻ വരും. അത് ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ നോക്കാം. അത് ബെല്ലടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും എത്തും അവിടെ. അത് കഴിഞ്ഞ് പിന്നെ അവർക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളധികം കൊടുക്കുന്നത് ചെറുപയർ, കടല, ചോളം, ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ ചെറിയ പക്ഷികൾക്ക് നമ്മൾ കൊടുക്കുക തിന, അതുമാതിരി ചാമ, അതുമാതിരി ചെറുപയറിൻ്റെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ ഒരു കാൽസ്യത്തിന് കടന്നാക്ക്, പിന്നെ കോഴിമുട്ടയുടെ തൊണ്ട് അങ്ങനെയൊക്കെ കൊടുക്കും. അതിപ്പോൾ കുറേ കാലങ്ങളായിട്ട് ചെയ്തു വരണതാണ്. 10-30 കൊല്ലമായിട്ട് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു വരണതാണ്. ഒരുപാട് കുട്ടികളുണ്ടാവും ഇതിനൊക്കെ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കൊടുക്കും, പേരൻസിനെ അവിടെ തന്നെ നിർത്തും. അങ്ങനെയൊക്കെയാണ് അത് ചെയ്തു വരുന്നത്. ചൈനീസ് ഫെസന്റ് എന്നും ഇവ അറിയപ്പെടുന്നു. ഗാർഡനിൽ 2-3 ആമ്പൽ പൊയ്കയിൽ ഗപ്പി, ബെറ്റ മത്സ്യങ്ങളും വളരുന്നു. ഇതിൽ തന്നെ ഫൗണ്ടന് സ്ഥാപിച്ചിട്ടുണ്ട്. തട്ടുതട്ടായി ഉയർന്നു നിൽക്കുന്ന ടോപ്പിയറി പ്ലാന്റുകൾ, ഫാൻസി പാമുകൾ എന്നിവ ഗാർഡനെ ആകർഷകമാക്കുന്നു. സപ്പോട്ട, മാംഗോസ്റ്റിൻ, റംബൂട്ടാൻ, അബിയു, ദുരിയൻ തുടങ്ങി 150ഓളം ഫലവൃക്ഷങ്ങളാൽ സമ്പന്നമാണ് ഈ നഴ്സറി. മുപ്പതിനം മാവുകളുമുണ്ട്. കൂടാതെ ഔഷധച്ചെടികളുമുണ്ട് ഇവിടെ. ബോൺസായി ഫലവൃക്ഷങ്ങളുടെ നിര തന്നെയുണ്ട്. വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവിൽ നിലം തൊട്ട് നിൽക്കുന്ന കുഞ്ഞൻ ചക്കകൾ. കായ്ച്ചു തുടങ്ങിയ മരങ്ങൾക്ക് നല്ല ഡിമാൻഡുണ്ട്. 12 ഇനം തെങ്ങുകളുമുണ്ട്. സങ്കര ഇനം തെങ്ങുകൾക്കാണ് ആവശ്യക്കാർ ഏറെ. ഗംഗാ ബോണ്ടം, രാമഗംഗ, T*D തെങ്ങിൻ തൈകളുമുണ്ട്. തെങ്ങിൻ തൈകൾ നമുക്കൊരു 10-12 വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത്. അതിൽ പ്രധാനമായിട്ട് D*T,
ഡാർഫ് ഓറഞ്ച്, ഡാർഫ് ഗ്രീൻ, പിന്നെ കുറ്റ്യാടി, പിന്നെ നാടൻ തൈക്കൾ, പിന്നെ ഗംഗാ ബോണ്ടം, രാമഗംഗ, അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെയാണ് ഉള്ളത്. അതിലൊരുവിധമൊക്കെ നമ്മളിവിടെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. തൈകൾ പാവി മുളപ്പിച്ച് അത് കവറിലാക്കി ആ കവറിൽ നമ്മൾ ചകിരിച്ചോറ്, ചുവന്ന മണ്ണും കുറച്ച് വളങ്ങളൊക്കെ ചേർത്തുള്ള മിശ്രിതത്തിലാണ് കവർ നിറച്ച് വയ്ക്കുക. അതൊരു 8 മാസം പ്രായമാകുമ്പോഴാണ് സാധാരണ കൊടുക്കാറ്. പിന്നെ ചെറുത് വേണ്ടവർക്ക് ചെറുതും കൊടുക്കും, പിന്നെ വലുത് ഒരു 2 വർഷം വരെ പ്രായമുള്ളതും കൊടുക്കാറുണ്ട്. അതുമാതിരി തന്നെ ഫ്രൂട്ട് ട്രീസ് ഒരു 180 വെറൈറ്റിയോളം ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ മദർ വൃക്ഷങ്ങൾ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. അതൊക്കെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. അതിലത്തെ കായ്ക്കണ മരത്തിൻ്റെ കൊമ്പുകൾ ബഡ് ചെയ്തിട്ടും ലെയർ ചെയ്തിട്ടും ഗ്രാഫ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. അതുമാതിരി കട്ടിങ്സ് പിടിപ്പിച്ച് കൊടുക്കണം, ചേമ്പറിൽ കട്ടിങ്സ് പിടിപ്പിച്ച് കൊടുക്കും. അതൊക്കെ ചെറിയ തൈക്കളും വലിയ തൈക്കളും കൊടുക്കാറുണ്ട്. ഒരു ചെറിയ തൈക്കളൊക്കെ ആകുമ്പോൾ ഒരു 30 രൂപ 40 രൂപ തോതിലൊക്കെയാണ് ചെറിയ തൈക്കൾ വരിക. അതിൻ്റെ ബഡും ഗ്രാഫ്റ്റൊക്കെ ആകുമ്പോൾ 150, 200, 400 അങ്ങനെയൊക്കെ വരും. വലിപ്പം കൂടുന്നതനുസരിച്ച് വില കൂടി വരും. ഒരു 4 വർഷം പ്രായമുള്ള വരെ കൊടുക്കാറുണ്ട്. നിറയെ കായുള്ള തൈക്കളും കൊടുക്കാറുണ്ട്. ഈ സപ്പോട്ട, മാവ്, ചാമ്പ, പേര ഒക്കെ നമുക്ക് കായോട് കൂടി തന്നെ കൊടുക്കാൻ പറ്റും. കുറേ വെറൈറ്റി ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കൊടുക്കാൻ പറ്റാറുണ്ട്. ഫലവൃക്ഷങ്ങളിൽ നാടനും വിദേശിയുമെല്ലാമുണ്ട്. ഇവയ്ക്ക് പുറമെ അബിയു, ലോങ്കൻ, നാഗ്പൂർ ഓറഞ്ച്, ചൈനീസ് ഓറഞ്ച്, ഇസ്രായേൽ ഓറഞ്ച്, ഇറാനിയൻ ഓറഞ്ച് തുടങ്ങി മധുര നാരങ്ങയുടെ നിരവധി വകഭേദങ്ങൾ വേറെയും. ചെറുനാരകവും മിൽക്കി ഫ്രൂട്ടും പേരയ്ക്കയുമുണ്ട്. വിവിധ തരം ഫലവൃക്ഷ തൈകൾക്കും തെങ്ങിൻ തൈകൾക്കും ആവശ്യക്കാരുണ്ട്. ഗ്രോ ബാഗ് തയ്യാറാക്കാനായി മികച്ച ഇനം മണ്ണാണ് ഉപയോഗിക്കുന്നത്. നല്ല ചുവന്ന വളക്കൂറുള്ള മണ്ണ് ലോറികളിലാണ് നഴ്സറിയിലേക്ക് എത്തിക്കുന്നത്. ഈ മണ്ണിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും ചേർത്ത് തയ്യാറാക്കിയാണ് ചെടികൾ നടുന്നത്. നമ്മൾ ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നല്ല ചുവന്ന മണ്ണാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതിൽ 80-60% ചുവന്ന മണ്ണും ബാക്കി ചകിരിച്ചോറ്, കുറച്ച് ചാണകപ്പൊടി, ആട്ടിൻകാട്ടം പൊടിച്ചത്, എല്ലുപൊടി ഇതൊക്കെ ചേർത്തുള്ളൊരു മിക്സറിതാണ് നമ്മൾ അധികം ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. അത് ഞങ്ങളിവിടെ ബാഗ് കണക്കിന് കൊടുക്കുന്നുണ്ട്. ഒരു ബാഗ് 130 രൂപയ്ക്കാണ് അതിൻ്റെ വില വരണേ. അത് നമ്മൾ ഈ ചുവന്ന മണ്ണ് നമ്മൾ എടുക്കേണ്ടത് അധികം ഈ കുനമുച്ചി, എരുമപ്പെട്ടി, വടക്കാഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കൊല്ലത്തിൽ 10-40 ലോഡ് മണ്ണടിച്ചിട്ട് അത് എല്ലാ കൊല്ലം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് അതിങ്ങനെ വീണ്ടും നല്ല മണ്ണ് കിട്ടാറുണ്ട്. നല്ല റെഡ് കളറുള്ള മണ്ണാണ് അതിന് ഉപയോഗിക്കേണ്ടത്. കട്ടയില്ലാത്ത നല്ല പൊടി പോലത്തെ റെഡ് മണ്ണ് കിട്ടുന്ന സമയത്ത് വേണം അതെടുക്കാൻ. അധികം നമ്മൾ മണ്ണ് വരുമ്പോൾ കട്ടയുള്ളതും ഇളം മഞ്ഞ കളർ മണ്ണൊക്കെ വരിക. അതൊക്കെ മാറ്റി നല്ല വെറും റെഡ് മാത്രം കിട്ടുമ്പോൾ നമ്മൾ എടുക്കണം. അതെടുത്തിട്ട് വേണം നമ്മൾ ഈ ചകിരിച്ചോറ് മിക്സ് ചെയ്ത് അതിലുള്ള വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കൂടാതെ കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന ജൈവവളങ്ങളും പ്രയോജനപ്പെടുത്തും. ചെറിയ ജലസംഭരണികളിൽ വിവിധയിനം അലങ്കാര മത്സ്യങ്ങളും വളർത്തു മത്സ്യങ്ങളുമുണ്ട്. വാള, നട്ടർ, ഷാർക്ക് എന്നിവയുമുണ്ട്. ഗപ്പിയെയും ബെറ്റയെയും ഒക്കെ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്ത് വിതരണം ചെയ്യുകയാണ്. അങ്ങനെ ഒരു 160-180 വെറൈറ്റിയോളം ഫ്രൂട്ട്സ് തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അലങ്കാരമായിട്ടുള്ള പനകളും അതുമാതിരി ബാമ്പു, അതുമാതിരി കുറേ ഫ്ലവേഴ്സിൻ്റെ പ്ലാന്റ്സ്, പിന്നെ കുറച്ച് ബേഡ്സ്, ഫിഷ് അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ കൊടുക്കുന്നുണ്ട്. ബേഡ്സിൽ മെയിനായിട്ട് പീജിയൻസും ഉണ്ട്, പിന്നെ ഫെസൻറ്റുകളുണ്ട്, പിന്നെ കൊക്കു ടൈൽസ്, ആഫ്രിക്കൻ ലവ് ബേഡ്സ്. അതുമാതിരി ലവ് ബേഡ്സിൽ തന്നെ ഒരു 3-4 വെറൈറ്റികളുണ്ട്. ഷോ ബഡ്ജറീസ്, ഹെലികോപ്റ്റർ ബഡ്ജറീസ്, പിന്നെ റെഡ് ഐ, അങ്ങനെ ഒരുപാട് വെറൈറ്റി. അതുമാതിരി ഫിഞ്ചസ് കുറച്ച് വെറൈറ്റികളുണ്ട്. വൈറ്റ് ഫിഞ്ചസ്, സിബ്ര ഫിഞ്ച്, ഗോൾഡിയൻ ഫിഞ്ച്, പിന്നെ ലോങ് ടൈൽ ഫിഞ്ച്, അങ്ങനെ ഫിഞ്ച് തന്നെ ഒരു 10-12 വെറൈറ്റിയോളം കാണുന്നുണ്ട്. അങ്ങനെ പിന്നെ അലങ്കാര കോഴികൾ കുറച്ച് വെറൈറ്റികളുണ്ട്. പിന്നെ കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഫിഷുകൾ, അതിൽ മെയിനായിട്ട് ഗപ്പിയാണ് ഇവിടെ കൂടുതൽ കൊടുക്കണത്. അതൊരുപാട് വെറൈറ്റികളുണ്ട്. പിന്നെ അതിൽ മോളീസ് ഉണ്ട്, റെഡ്, വൈറ്റ്, ബ്ലാക്ക് അങ്ങനെ കളേഴ്സായിട്ടുള്ളത്. അത് നമ്മൾ മിനിമം റേറ്റിലൊക്കെ കൊടുക്കണ സാധനമാണ്. 10 എണ്ണത്തിന് 50 രൂപയായിട്ടാണ് കൊടുക്കുക. ഗപ്പിയൊക്കെ ആകുമ്പോൾ 10 എണ്ണം 100 രൂപ അങ്ങനെയൊക്കെ വരയ്ക്കാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കണേ. പിന്നെ ജൈവവളങ്ങളാണ് ഞങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് തരണം. എല്ലാ കൊല്ലവും നമുക്ക് ജൈവവളങ്ങൾ ആവശ്യമുള്ള കൃഷിഭവനിൽ നിന്ന് കിട്ടും. അതൊക്കെ നമ്മൾ കൊടുക്കണം. അതൊക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ച് തൈകൾ ഉണ്ടാക്കുന്നത്.
ജിജോ മാത്യുവിന്റെ ഭാര്യ ജമുന ജിജോയും നഴ്സറിയുടെ നടത്തിപ്പിൽ പങ്കാളിയാകാറുണ്ട്. ഞാൻ വരുമ്പോൾ അധികം ഇവിടെ അലങ്കാര ചെടികൾ കുറവായിരുന്നു. പിന്നെ ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ടും പൂച്ചെടികൾക്കുള്ള ഇത് കൂടുതൽ ഡിമാൻഡ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങളിപ്പോൾ കൂടുതൽ പൂച്ചെടികളും അതുപോലെ തന്നെ ഇലച്ചെടികളൊക്കെ ഞങ്ങൾ കൂടുതലായിട്ട് ഇറക്കുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഡിമാൻഡ് കൂടുതലും എപ്പോഴും പൂച്ചെടികൾക്ക് തന്നെയായിരുന്നു. ഫലവൃക്ഷങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒത്തിരി ഫലവൃക്ഷങ്ങൾ വരുന്ന കാരണം ഓരോ പുതിയ ഫലവൃക്ഷങ്ങൾ കണ്ടുപിടിച്ച് ചോദിച്ച് ആൾക്കാർ വരും. ഞങ്ങളത് കൊടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. നല്ല റിസൾട്ടാണ് ആളുടെ ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായി അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടുണ്ടായി എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് നൽകുന്നത്. അപ്പോൾ കൂടുതൽ ഏറ്റവും നല്ല ചെടികൾ കൊടുക്കാനും അതിൻ്റെ പരിചരണങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. 3 വർഷം പ്രായമുള്ള തെങ്ങിൻ തൈകൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. ഒരു നഴ്സറി എങ്ങനെ ലാഭകരമായി നടത്തിക്കൊണ്ടുപോകാമെന്ന് 7 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഈ നഴ്സറി സാക്ഷ്യപ്പെടുത്തും. നല്ലൊരു നഴ്സറി ലാഭകരമായി നടത്തിക്കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ജിജോ മാത്യു പറയും. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471273187. ഇമെയിൽ ddkrishitvm@gmail.com. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm